കുരിശു എന്നെ അനുഗ്രഹിക്കണം. ഹലോ ഹലോ ഹലോ. അപ്പൊ നമ്മളിന്നൊരു പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഞെട്ടിത്തെറിക്കുക, അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ പെട്ടെന്ന് പേടിക്കുക, എവിടെയെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പേടി നിൽക്കില്ലേ, അതിന് ഊതുന്ന ആളുടെ അടുത്താണ് കേട്ടോ നമ്മളിന്ന് സെറ്റാക്കണത്. ഊതിയിട്ട് അത് സംഭവം സെറ്റാക്കും. അപ്പോൾ നമ്മൾ ഈ പേടിക്കൊക്കെ ഊതുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ അമ്മായിയാണ്, അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഈ പേടിക്ക് ഊതുക, നമ്മൾ പേടിപ്പനി വരില്ലേ, അതിനൊക്കെ ഊതുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ കേട്ടോ ഊതുന്നത്. ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഊതും, നമുക്ക് നോക്കാം. അപ്പോൾ അമ്മായി എന്തിനൊക്കെ ഊതും? കേൾക്കാൻ ഊതും, പിന്നെ പേടിക്ക് ഊതും, പിന്നെ ദേവതയ്ക്ക് ഊതും, അതെ, ബാലപടയ്ക്ക് ഊതും, തീപ്പൊള്ളത്തിന് ഊതും, പിന്നെ പ്രസവേദനയ്ക്ക് ഊതും. ഊതല്ലേ? അപ്പൊ എനിക്കിപ്പോ പേടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്കൊന്ന് ഊതി നോക്കട്ടെ. പേടിക്കില്ലേ? പേടി. ഈ മന്ത്രം ഇങ്ങനെ ചെല്ലണത് എന്താണെന്നറിയോ? അത് മറ്റുള്ളവർ കേട്ട് പഠിക്കാൻ പാടില്ല കേട്ടോ. അതിനാണ് കുറച്ച് സൗണ്ട് കമ്മിയാക്കി പറയണേ. പ്രാവശ്യം കൂട്ടണം എല്ലാ മന്ത്രങ്ങളും. മണ്ണിലെ പള്ളി തനിയെ പന്തിരായിരം തൊലവും 16,000 തൊലയും 16,000 കിടന്ന് തീരാത്ത പള്ളികളും മേലും വിലയിലും തീയരി മൂന്നാം നിർത്തുന്ന അങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് ഞാൻ പഠിച്ചതായിരിക്കുമ്പോൾ സർവഭൂത പ്രാത പ്രാസവും കനീത സർവ പേടിയും നിങ്ങൾക്ക് എങ്കേക്ക് തരികയില്ല സ്വാമിയുണ്ട്. നിങ്ങള് ഇത് പഴയ അച്ഛമ്മമാരൊക്കെ ഉള്ള വീട്ടില് അവർക്ക് അറിയും. ഇപ്പൊ ഉള്ള പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം എന്നുള്ളത്. ദേവതയ്ക്ക് അപ്പൊ നമുക്ക് തൽക്കാലം രണ്ടെണ്ണം മതിയില്ലേ? ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ വിദ്യാഭ്യാസമില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ അമ്മാനപ്പന്റെ മന്ത്രമുണ്ട്. പന്ത മീറ്റത്ത് കിടന്ന് ഓയപ്പാട്ട് പാടും പോലെ കന്നുകൂട്ടുമ്പോ പാടില്ലേ, അതുപോലെ ഇങ്ങനെ പാടുമ്പോ ഞാനിതൊക്കെ പഠിച്ചതാണ്. കേട്ട് പഠിക്കണം, എഴുതി പഠിക്കാമല്ലോ. എഴുതി പഠിച്ചാൽ ഫലമില്ല. നല്ല എത്ര ആൾക്കാരെന്നെ അവിടെ ഊതാൻ വരും. ശരി, നമുക്ക് ദേവതയ്ക്ക് ഊതാം. വെല്ലടി ഞാൻ വെല്ലടിക്കൊണ്ട് വലവാരത്തെ മുത്തിയെന്നൊരു കുളം തോന്നി, മുത്തിയെന്നൊരു കുളത്തിൽ 4 കരുമല്ലന്മാരിറങ്ങി നീരാടി കളിച്ച് കുളിക്കുന്ന കുളം തോന്നി, മുത്തിയെന്നൊരു കുളത്തിൽ 4 കരുമല്ലന്മാരിറങ്ങി നീരാടി കളിച്ച് കുളിക്കുന്ന നേരത്തെ എന്തുപോലെ അതുപോലെ കാട്ടുവലം കരുമലം മുക്കുവലം മുക്കുവലം നേരത്തെ കാട്ടത്തെ പുതുമാരെ കണ്ടെത്തിക്കുറിച്ച് നിതാകർക്ക് ഇതിനകത്ത് തരികേണ്ട സ്വാമിയുണ്ട്. വലവാരത്തെ മുത്തിയെന്നൊരു കുളം തോന്നി, മുത്തിയെന്നൊരു കുളത്തിൽ 4 കരുമല്ലന്മാരിറങ്ങി നീരാടി കളിച്ച് കുളിക്കുന്ന നേരത്തെ എന്തുപോലെ അതുപോലെ കാട്ടുവലം കരുമലം മുക്കുവലം മുക്കുവലം നേരത്തെ കാട്ട് ദേവതന്മാരെ കണ്ടെത്തിക്കുറിച്ച് നിതാകർക്ക് ഇതിനകത്ത് തരികേണ്ട സ്വാമിയുണ്ട്. ഞാൻ കല്ലടിക്കോട് വലവാരത്തെ മുത്തിയെന്നൊരു കുളം തോന്നി, മുത്തിയെന്നൊരു കുളത്തിൽ 4 കരുമല്ലന്മാരിറങ്ങി ഇതെന്ന് പറഞ്ഞത് പെട്ടെന്ന് എഴുതി പഠിക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ടിട്ട് തന്നെ പഠിക്കണം. 3, 4, 6, 7 സംഭവത്തിന് ഊതുന്ന ആളാണ് കഥയിരിക്കുന്നത്. നമ്മൾ പേടിക്ക് അതുമാതിരി ഈ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന അങ്ങനെ പല സംഭവത്തിന് ഊതും. അപ്പോൾ നിങ്ങൾക്ക് ഊതണമെങ്കിൽ ഇതുമാതിരി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻ്റെ അമ്മായി ഊതുണ്ടാ. അപ്പോൾ ഊതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഊതാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞാൽ ഇവിടെ വരണം കേട്ടാ. ഞാൻ പാലക്കാട് വരണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതിന് കമന്റ് പറയുക. ഇതുമാതിരി ഒരു ഊതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ, ബൈ ബൈ.